ഹായ്, ഞാൻ ഡോക്ടർ ഹരിപ്രിയ, കൺസൾട്ടന്റ് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ, വള്ളുവനാട് ഹോസ്പിറ്റൽ. ഈ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ബ്രീഫായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. സോ ഒരു ഡോണർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഐതർ ഒരു 350 ml അല്ലെങ്കിൽ 450 ml ബ്ലഡ് ആണ് അവരിൽ നിന്ന് കളക്ട് ചെയ്യുക. കളക്ഷൻ കഴിഞ്ഞ ഉടനെ ഒരുപാട് പ്രോസസ്സിങ്ങിന് ശേഷമാണ് ഈ ബ്ലഡ് ഒരു പേഷ്യന്റിന് പോകുന്നത്. സോ നിങ്ങൾ ഡൊണേറ്റ് ചെയ്യാൻ വരുമ്പം ആദ്യം തന്നെ നമ്മൾ നിങ്ങളുടെ HB എത്രയാണെന്ന് നോക്കും. ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യും. അത് 12.5 മുകളിലാണെങ്കിലാണ് നമ്മൾ ഡൊണേഷൻ സെലക്ട് ചെയ്യുള്ളൂ. അതിന്റെ കൂടെ തന്നെ ബ്ലഡ് ഗ്രൂപ്പും ചെക്ക് ചെയ്യും. അതിനുശേഷം ഒരു കൗൺസിലിംഗ് സെഷൻ, അതായത് പ്രീ ഡൊണേഷൻ കൗൺസിലിംഗ് എല്ലാ ഡോണേഴ്സിനും കൊടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ, ഇതെല്ലാം കഴിഞ്ഞ് ഫിറ്റ്നസ് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ ഒരു ഡോണർക്ക് ഇവിടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂ. ബ്ലഡ് ഡൊണേഷൻ പ്രോസസ് ആസ് സച്ച് ഒരു 10 മിനിറ്റ് നീളം ഉണ്ടാവുള്ളൂ. ബ്ലഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹോൾ ബ്ലഡ് രൂപത്തിലായിരിക്കും. അതിനെ നമ്മൾ പ്രോസസ് ചെയ്തിട്ടാണ് അതിന്റെ ഘടകങ്ങളായി മാറ്റുന്നത്. ഈ എൻറ്റയർ പ്രൊസീജിയർ ഏകദേശം ഒരു 4 മണിക്കൂറോളം എടുക്കുന്ന പ്രൊസീജിയറാണ്. ഇപ്പോൾ നമ്മൾ രക്തത്തിലെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ചുവന്ന രക്താണുക്കൾ ഉണ്ടാവും, വെളുത്ത രക്താണുക്കൾ ഉണ്ടാവും, പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ടാവും. പിന്നെ ഇതെല്ലാം പ്ലാസ്മയിലാണ് രക്തത്തിൽ ഉണ്ടാവുക. ബ്ലഡ് കോമ്പണൻസ് ആയി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു പ്രത്യേക സ്റ്റോറേജ് ടെമ്പറേച്ചറിലാണ് മെയിൻറ്റെയിൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, പാക്ഡ് റെഡ് സെൽസ് ആണെങ്കിൽ നമ്മൾ 2 to 6 ഡിഗ്രി സെൽഷ്യസിൽ ഒരു ബ്ലഡ് ബാങ്ക് റെഫ്രിജറേറ്ററിലാണ് സ്റ്റോർ ചെയ്യുക. അതേപോലെ പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റ്സ് കണ്ടിന്യൂസ് അജിറ്റേഷനോടുകൂടി 20 to 24 ഡിഗ്രി സെൽഷ്യസിലാണ് സ്റ്റോർ ചെയ്യുക. അതേപോലെ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് -30 ഡിഗ്രിക്ക് താഴെയുള്ള ടെമ്പറേച്ചറിലുള്ള ഡീപ് ഫ്രീസേഴ്സിലാണ്. ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ചില പ്രത്യേക ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ട്. അതാണ് ട്രാൻസ്ഫ്യൂഷൻ ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ടെസ്റ്റിംഗ്. അതായത് ബ്ലഡ് വഴി ട്രാൻസ്മിസിബിൾ പകരാവുന്ന ചില അസുഖങ്ങൾ, വൈറൽ, ബാക്ടീരിയൽ, പിന്നെ പാരസൈറ്റിക് ഇൻഫെക്ഷൻ എല്ലാം പെടുന്നതിൽ 5 എണ്ണം നിർബന്ധമായും ടെസ്റ്റ് ചെയ്യണം എന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഓർഡർ. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ HIV, ഹെപ്പറ്റൈറ്റിസ് C, ഹെപ്പറ്റൈറ്റിസ് B, സിഫിലിസ്, മലേറിയ, ഈ 5 അസുഖങ്ങൾക്കും എല്ലാ യൂണിറ്റും ടെസ്റ്റഡ് ആയിരിക്കും. ഇത്രയും പ്രോസസ്സിംഗ് കഴിയുമ്പോൾ നമ്മുടെ ബ്ലഡ് റെഡിയാവും. ഈ എൻറ്റയർ പ്രോസസ്സിന് ഏകദേശം ഒരു 6 മുതൽ 7 മണിക്കൂർ വരെ സമയം എടുക്കാറുണ്ട്. അടുത്ത ഘട്ടം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ എടുക്കുന്ന ബ്ലഡ് ഒരു പേഷ്യന്റിന് എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യന്റിന്റെ സാമ്പിൾ ചോദിക്കും. അതിന്റെ കൂടെ ഈ ഇരിക്കുന്ന ബ്ലഡ് ബാഗുമായിട്ട് ക്രോസ് മാച്ചിങ് ചെയ്യും. ക്രോസ് മാച്ചിങ് എന്ന് വെച്ചാൽ ബേസിക്കലി പേഷ്യന്റിന്റെ ബ്ലഡും കൊടുക്കാൻ പോകുന്ന ഡോണർ ബ്ലഡും തമ്മിലുള്ള ഒരു മാച്ചിങ് ടെസ്റ്റ് ആണ്. ഇതൊക്കെ കോമ്പാറ്റബിൾ ആണെന്ന് കണ്ടാൽ മാത്രമേ ഒരു ബാഗ് നമ്മൾ ഇവിടുന്ന് ഇഷ്യൂ ചെയ്യുള്ളൂ. ഈ പ്രോസസ്സുകളെല്ലാം ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലഡ് സെന്റർ ആണ് വള്ളുവനാട് ഹോസ്പിറ്റൽ ബ്ലഡ് സെന്റർ.